ഇതിതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അമ്മയെ അവിടെ നിന്ന് യാത്രയാക്കി ഞങ്ങൾ കേരളത്തിലേക്ക് പോന്നു. കേരളത്തിലേക്കുള്ള യാത്ര മുന്നിൽ കണ്ടെങ്കിലും ഞങ്ങൾ ചെന്നെത്തിയത് കർണാടക ആന്ധ്ര ബോർഡറിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ടേണില്ലേ, ഈ ടേണിൻ്റെ അടുത്ത് വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളോട് പറഞ്ഞു ടേൺ ലെഫ്റ്റ് 10 മിനിറ്റ് ഫാസ്റ്റർ. ഓക്കെ, 10 മിനിറ്റ് ഫാസ്റ്റായിട്ട് എത്താലോ. ഞങ്ങളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പക്ഷെ തിരിഞ്ഞ് പോയിട്ട് ഒരു വയലിൽ ചെന്ന് ഈ ചേച്ചിയെയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നമ്മൾ പോകേണ്ട വഴിയല്ല. ഫോണിൻ്റെ റേഞ്ചും പോയി, ഫോണിന് ചാർജും ഇല്ല. വല്ലാത്ത പെട്ട അവസ്ഥ. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് ചാടി ഈ കർണാടക KSRTC പിന്നെയും കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും സമാധാനമായത്. രണ്ടുപേരുടെയും മനസ്സിൽ വഴിതെറ്റിപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറായിരുന്നില്ല. പിന്നെ ആ പേടിച്ച് വന്ന ക്ഷീണമൊന്ന് മാറ്റണ്ടേ. വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് അവിടെ നിന്ന് കുറേ നേരം. അതിനിടയ്ക്ക് എനിക്കൊരു ബട്ടർഫ്ലൈനെ കിട്ടി. ഇത് കിട്ടിയത് നിലത്തുനിന്നല്ല കേട്ടോ, വണ്ടിയുടെ ബോണറ്റിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടി. കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിനെ ഞാൻ ഇവന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പറന്നുപോയി. വരുന്ന വഴിയിലൊന്നും ഒരു കട പോലും കാണാത്ത കൊണ്ട് വിശന്ന് വലഞ്ഞാണ് ഞങ്ങൾ സേലം വരെ എത്തിയത്. സേലം വന്നു, ബിരിയാണി തിന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകുന്നു. വരുന്ന വഴിക്ക് മെയിൻ ഡ്രൈവറിന് കൂടുതൽ ഉറക്കം വരുവാന്ന് പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവറായി ഞാൻ വണ്ടി ഏറ്റെടുത്തു. പക്ഷേ എന്തോ അത്ര നേരം ചുമ്മാ ഇരുന്നിട്ട് വണ്ടി എടുത്തപ്പോൾ ഒരു സുഖം തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നവൻ വീണ്ടും എഴുന്നേറ്റ് തുള്ളാൻ തുടങ്ങി. കണ്ണിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരുന്നത്. എത്ര സമയമായി കാണൂലേ ഇവനിങ്ങനെ തൂങ്ങിയാടുന്നു. അങ്ങനെ കുരങ്ങൻ കുട്ടനോട് ബൈ ബൈ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും കണ്ടു കുറേ കോഴിക്കുട്ടികളെ. ഇനി അടുത്ത വിശേഷങ്ങൾ നാളെ പറയാം.